ടോവിനോയുടെ കാര്യം പ്രശ്നമായിരിക്കും. ഈ പലരും പല വർഷങ്ങളായിട്ട് പറയാനിരുന്ന കാര്യം ഈ ഒരു ഡയറക്ടർ സിനിമയിലൂടെ തുറന്നു കാണിച്ചിരിക്കുകയാണ്. അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലാവും. അറിയാത്ത ആൾക്കാരാണെങ്കിൽ വന്ന് കാണാം, അറിയുന്ന ആൾക്കാരാണെങ്കിലും വന്ന് കാണാം. ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആയിരുന്നു സിനിമ. അതെ അതെ. കരഞ്ഞോ? കണ്ടോ? ആ മനസ്സിലായി. കണ്ണ് നിറഞ്ഞിരിക്കുന്നു. നല്ല സിനിമയാണ്. ഒരു സിനിമയാണ്. ഭയങ്കര ഇമോഷണലാണ്. എല്ലാവരും പെർഫോമൻസസ് ആണെങ്കിലും എല്ലാം ഭയങ്കര, പ്രത്യേകിച്ച് സിനിമയുടെ കാസ്റ്റിംഗ് ഭയങ്കര ഗംഭീര കാസ്റ്റിംഗ് ആണ്. ആര്യ സിനിമ ഭയങ്കര ഗംഭീര പെർഫോമൻസ് ആണ്. ടൊവിയാണെങ്കിലും ടൊവിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. എല്ലാ അടിയും ഭയങ്കര നല്ല പാട്ടുകളുണ്ട്. നല്ല പാട്ടുകളാണ്. എല്ലാ പാട്ടും നല്ല രസമുള്ള പാട്ടുകളാണ്. ഇമോഷണലി കുറച്ചധികം കൗണ്ട് ചെയ്യും. പക്ഷെ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് കൗണ്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. എല്ലാവരും ഓസം, ഒരു രക്ഷയില്ല. ടോവിനോ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ വളരെ രസമായിട്ട് എല്ലാവരും പേര് എനിക്കറിയില്ല. എല്ലാവരും അസലായിട്ട് നല്ല രസമായിട്ട്. ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മാറ്റർ ആയതുകൊണ്ട് ഭയങ്കര രസമായിട്ട്. ഭയങ്കര ഗൈഡാണ് ഡയറക്ടർ. പറയാം, ഓപ്പണായിട്ട് അത്രയും ധൈര്യത്തോടെ പറയാൻ സാധിക്കുന്നതിന് തന്നെ ഭയങ്കര ഭയങ്കര സംഭവമായിരുന്നു. അറിയില്ല. മസ്റ്റ് മനസ്സിലാണ്. നല്ലൊരു എല്ലാവർക്കും കാണാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാൻ പറ്റും. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും എന്താണ്. ഇമോഷണലി ഉള്ള ഒരു പടമാണ്, എല്ലാവർക്കും മനസ്സിലാവും. വളരെയധികം എന്താ പറയുക, ഭയങ്കര മൂഡായി സിനിമ കണ്ടതിന് ശേഷം. ഭയങ്കര ഇമോഷണലി എന്താ പറയുക, ആദ്യം തന്നെ ഈ ഒരു ആദിവാസി സമൂഹത്തിൽ ഈ സഹോദരന്മാരോട് ക്ഷമ ചോദിക്കുന്നു. എന്താ പറയുക, ഞാൻ ഈ വളരെ കുഞ്ഞായിരുന്നപ്പോഴാണ് ഞാൻ ഇത് വിഷയം കണ്ടത്. അപ്പോൾ എൻ്റെ അച്ഛനൊരു ഫോറസ്റ്റ് ഓഫീസറാണ്. അപ്പോൾ വളരെയധികം ഞാൻ നമ്മളുടെ ഈ ഒരു ആദിവാസി സമൂഹമായിട്ട് നമുക്ക് വളരെയധികം കണക്റ്റഡാണ്. ഫോറസ്റ്റ് ഓഫീസിലായിരുന്നു അച്ഛൻ, ഡെപ്യൂട്ടി കൺസർവേറ്ററായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിനെ പറ്റി അറിയാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഇത് ആസ് എ സിനിമ ഇത് അതിഗംഭീരമായിട്ടാണ് ശ്രീ അനുരാഗ് മനോഹർ ചേട്ടൻ ഒരുക്കിയിരിക്കുന്നത്. അതിഗംഭീരമായിട്ടാണ് അദ്ദേഹം ആസ് എ ഫിലിം മേക്കർ ഇത് കാണിച്ചിരിക്കുന്നത്. എന്താ പറയുക, എനിക്കിപ്പോഴും വാക്കുകൾ തെളിയുന്നില്ല. അത്രയും ആ സിനിമ മൂഡാണ്. ഇമോഷണലി അത് കണക്റ്റായി. അപ്പോൾ നന്നായിട്ട് എന്താ പറയുക, ടെക്നിക്കലി ഒരു നല്ലൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ളൊരു പുതിയ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരും ഗംഭീരമായിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ ടെക്നിക്കൽ ക്രൂ ആയാലും അതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും സൗണ്ട് ഡിസൈൻ ആണെങ്കിലും ക്യാമറ, സ്പെഷ്യലി ഒരു തമിഴ് സിനിമാറ്റോഗ്രാഫർ വിജയ് സാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തമിഴിലൊരു കുറേ സിനിമകൾ ചെയ്തൊരു സംവിധായകനാണ്, സിനിമാറ്റോഗ്രാഫറാണ്. അദ്ദേഹത്തിൻ്റെ വർക്കായാലും ജെയ്ക്സ് ബിജോയ് ചേട്ടൻ്റെ മ്യൂസിക് ആയാലും ആർട്ടായാലും മേക്കപ്പ് ആയാലും എടുത്തു പറയേണ്ട പിന്നെ പെർഫോമേഴ്സാണ്. ടൊവിനോ ചേട്ടൻ്റെ അതിമനോഹരമായൊരു ക്യാരക്ടറാണ് അത്. കുറേ ഒരു വലിയൊരു ക്യാരക്ടർ ആർക്കും കുറേ ലെയറിംഗ് ഉള്ളൊരു കഥാപാത്രമാണ് അത്. അതിമനോഹരമായിട്ട് അദ്ദേഹം അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വർഗീസ് എന്ന കഥാപാത്രം. കൂടാതെ സുരാജ് ചേട്ടൻ്റെ വളരെയധികം നമുക്ക് ലൈക്കബിളായിട്ട് തോന്നുന്ന, എന്നാൽ വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു, അത് വളരെ ശക്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ് അദ്ദേഹവും ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ എടുത്തു പറയേണ്ടത് ആര്യ സലീം എന്ന് പറയുന്ന ആക്ട്രസിൻ്റെ, ആര്യ ചേച്ചിയുടെ ഒരു ഗംഭീര ഒരു കഥാപാത്രം, ഒരു സ്ത്രീ കഥാപാത്രം, വളരെ ശക്തിയായിട്ടുള്ളൊരു സ്ത്രീ കഥാപാത്രമാണ്. പിന്നെ പ്രണവ് എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിൻ്റെ ഒരു കഥാപാത്രം. അധികം നമ്മൾ അതിനെപ്പറ്റി റിവീൽ ചെയ്യുന്നില്ല. അത് സിനിമ കാണുമ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഒരു പുതിയൊരു നല്ലൊരു നടനെ മലയാള സിനിമയ്ക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. നന്നായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കാണുന്നത്. ഗംഭീരമായിട്ട് അദ്ദേഹം പ്രണവ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ പ്രിയംവദ, പിന്നെ റെനി ചേച്ചിയുണ്ട്. അങ്ങനെ കുറേ പിന്നെ ആട്ടത്തിലെ ആക്ടറുണ്ട്, പിന്നെ കുറേ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നല്ല ഒരു കാസ്റ്റിങ്ങും കൂടി സിനിമയിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ എൻ്റെ സുഹൃത്താണ് ഇതിൻ്റെ കാസ്റ്റിംഗ് ചെയ്ത്, വിവേകാനന്ദ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ക്രെഡിറ്റ് ഉണ്ട്. നല്ല രീതിയിൽ ഇതിൻ്റെ കാസ്റ്റിങ്ങും ബാക്കി പരിപാടികളും നടന്നിട്ടുണ്ട്. അപ്പോൾ വളരെയധികം എന്താ പറയുക, ഇപ്പോഴും അത് ഹുക്ഡായിട്ട് കിടക്കുകയാണ്. ആ ഒരു ഇമോഷൻ ഇപ്പോഴും മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ആദിവാസി സമൂഹത്തിനോട് അല്ലെങ്കിൽ ആ സഹോദരന്മാരോട് ക്ഷമ ചോദിക്കുന്നു ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് നടന്നതിൽ. ഗംഭീര സിനിമയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. അടിപൊളിയായിട്ട് നല്ലൊരു സിനിമയാണ്. നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ക്വാളിറ്റിയിൽ സൃഷ്ടിച്ചൊരു സിനിമയാണ്. പറയാനുള്ളത് ഗംഭീര പെർഫോമൻസ്. പറയാനുണ്ട് സിനിമ ഭയങ്കരമായിട്ട് നമ്മളെ സംസാരിക്കാൻ പറ്റും. അത്യാവശ്യം ആ പൊളിറ്റിക്സൊക്കെ അറിയാവുന്ന, അല്ലെങ്കിൽ മനുഷ്യ സ്നേഹമുള്ളവർക്ക്, മനസ്സാക്ഷിയുള്ളവർക്ക് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു ചരിത്രമല്ല പറഞ്ഞു വെച്ചിട്ടുള്ളത്. പിന്നെ പെർഫോമൻസ് ടൊവിനോ
എന്താ പറയുക, ടൊവിനോൻ്റെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ആ ക്യാരക്ടറാണ് കാണാൻ കഴിയുക. ടൊവിനോ എന്ന് പറയുന്ന ഒരു നായകനെ അല്ലെങ്കിൽ ഹീറോയെ മാറ്റി വെച്ചുകൊണ്ടുള്ള കഥാപാത്രത്തിന് വേണ്ട ഓരോ കാലഘട്ടത്തിലും വരുന്ന ചേഞ്ചുകളൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാവുന്ന ഒരു പെർഫോമൻസാണ്. ശരിക്കും എനിക്ക് എൻ്റെ ഒരു എൻട്രി പോലെയാണ് ഫീൽ ചെയ്യുന്നത്. മണിയേട്ടൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി കിട്ടിയത് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷനാണ്. മണിയേട്ടൻ എന്നെ ഇങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മണിയേട്ടൻ അങ്ങനെയൊക്കെ പറയും. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷനാണ് ഈ പടം. ശരിക്കും ആക്ടേഴ്സിൽ നന്നായിട്ട് എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കാരണം എനിക്ക് ഇവനെ നേരത്തെ അറിയില്ല, മറ്റ് സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മുത്തങ്ങയിലുള്ള അവരുടെ ആ ഗോത്രത്തിലുള്ള ഒരാളാണെന്നാണ് ഞാൻ കരുതിയത്. ഞാനൊന്ന് ചോദ്യം ചെയ്തു, അപ്പോൾ പിന്നെയാണ് പരിചയപ്പെടുന്നത്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. താങ്ക് യു. ഹായ് ലിയോണ, സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഐ തിങ്ക് ഫസ്റ്റ് മൂവിയിൽ തന്നെ ആൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കൈൻഡ് ഓഫ് ഫിലിം മേക്കർ. യെസ്, ബട്ട് ഇതിൽ ഐ ഫെൽറ്റ് ഈവൻ മോർ ഹാപ്പിയർ ബിക്കോസ് ഇത് എല്ലാവരും കാണേണ്ട ഒരു സിനിമയായിട്ട് തന്നെ തോന്നി. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇഷ്യൂവിനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഭയങ്കര നെർവ് റെക്കിംഗ് ആയിരുന്നു. എനിക്ക് ഇപ്പോഴും ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞു വയ്യ, മൂഡ് പോയി എന്നുള്ളത്. പക്ഷേ ആ മൂഡ് പോയി എന്ന് പറയുമ്പോഴും അതൊരു ഹാപ്പി ഫീലിംഗ് ആയിരുന്നു. ബിക്കോസ് അത്രയും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഐ ഹോപ്പ് എല്ലാവരും ഇത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് മൂവി ടു വാച്ച്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ്. ഹീറോ ഇല്ല, ആർട്ടിസ്റ്റ് பிடிக்கலாம் எங்களுக்கு அவரோட எல்லாம் பிடிக்கும். ஸோ அதனால் எனக்கு நடிக்கும்போது ஒரு இன்ட்ரெஸ்ட் இருக்குது. இந்த ஒர்க் பண்ணும்போது இன்னும் ரொம்ப மோர் ஃப்ரெண்ட்லியாக ரொம்ப சப்போர்ட்டிவாக இருக்குது. ஸோ ஒர்க் பண்ணும்போது அவர் கூட நடிக்கும்போது ஒரு ரொம்ப ரியலிஸ்டிக்கான ஒரு ஆக்டர். ஸோ கூட நடிக்கிறவங்க இன்னும் மோர் ரியலிஸ்டிக்காக இருக்கணும். ஸோ அதனால் கொஞ்சம் மெனக்கட்டும். தமிழ்நாடு சூப்பராக இருக்குது. தமிழ்நாட்டில் வந்து எல்லாரும் ரெசிபியில் நல்லா ரேங்கிங் கொடுத்துருக்காங்க. 4.5 அவுட் ஆஃப் 5. ஸோ அங்கே ரேங்கிங் நல்லா இருக்குது. நாளைக்கு கழிச்சு படம் அங்கே பெருசாக இங்கே நல்லா இருக்குதுன்னு சொன்னாங்க எல்லாரும். நான் இன்னைக்கு வந்தேன். ഈ സിനിമ സംസാരിക്കുന്ന കുറച്ച് സബ്ജക്ട്സ് இந்த ப்ராப்ளம் வந்து நாட் ஒன்லி முத்தங்கா, நிறைய இடங்கள்ல இருக்குது. தமிழ்நாட்டிலே இருந்திருக்கு, இந்தியாவிலே நிறைய இடத்துல இருக்குது. எப்போவுமே இந்த ஒவ்வொரு பாவர்ட்டியில் இருக்கக்கூடிய மக்களுக்கான பிரச்சனை, அதை சரி பண்ணுறதுக்கு தான் பொலிட்டிக்ஸ், அதை சரி பண்ணுறதுக்கு தான் பவர், அதை சரி பண்ணுறதுக்காக தான் ஆஃபீஸர்ஸ். பட் அவங்க பண்ணலேன்றப்போ இந்த மாதிரியான படங்கள் ரெப்ரசன்ட் பண்ணுது. அவங்க பண்ணலேன்றப்போ சார் இப்போ உங்களை எல்லா கேரக்டர்லையும் பார்த்துட்டோம். இப்போ நெகட்டிவ்லையும் பார்த்தாச்சு. நீங்கள் எதில் பார்த்தாலும் ஒரே மாதிரி இருக்கீங்க சார். எப்படின்னாலும் எங்களுக்கு பிடிச்சிருது. அது எப்படி பிடிச்சிருதா இல்லை ஒரே மாதிரி பிடிச்சிருதுங்கிறேன். தெரியல, பிடிச்சா எனக்கு ரொம்ப சந்தோஷம் இல்லை.